നമസ്കാരം. 2016 ഫെബ്രുവരി 20 ഉച്ച കഴിഞ്ഞ് 2 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ക്യാപ്റ്റൻ പവൻകുമാർ 10th പാരാ സ്പെഷ്യൽ ഫോഴ്സിൽ നിന്നുള്ള 5 പേരുമായിട്ട് ഷോപ്പിയാനിൽ എത്തിയിട്ട് ഏതാനും മിനിറ്റുകളെ ആയിട്ടു. ഒരു ബ്ലാക്ക് ഹുഡിയും ബ്ലാക്ക് കോംബാറ്റ് ഡ്രസ്സും ഒക്കെയാണ് പവൻകുമാറിന്റെ വേഷം. പവൻകുമാർ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ ഒരു രഹസ്യ സങ്കേതത്തിൽ ഒരു ജനാലയ്ക്ക് സമീപം ഇരിക്കുകയാണ്. ഒരു ഇരുമ്പ് കസേരയിലാണ് പവൻകുമാർ ഇരിക്കുന്നത്. ആ ഇരുമ്പ് കസേരയിൽ ഇരിക്കുന്ന പവൻകുമാർ അയാളുടെ ബാഗിൽ നിന്ന് ഐഫോൺ പുറത്തെടുത്തു. ഐഫോണും ഒരു മാക് ബുക്കും ക്യാപ്റ്റൻ പവൻകുമാറിന്റെ ശരീരത്തിലെ അവയവങ്ങൾ പോലെ തന്നെ അദ്ദേഹത്തിനൊപ്പമുള്ളതാണ്. ഐഫോൺ പുറത്തെടുത്ത പവൻകുമാർ ചില സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ ഒന്ന് കടന്നു പോവുകയാണ്. അനവധി വ്യക്തികളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പവൻകുമാർ ഇങ്ങനെ വായിച്ചു പോവുകയാണ്. ഒരുപാട് ചിത്രങ്ങൾ ആ പോസ്റ്റുകളിലുണ്ട്. പവൻകുമാറിന്റെ ജന്മസ്ഥലമായ ഹരിയാനയിലെ ജിന്ദ് മേഖലയിൽ നിന്നുള്ള ചിത്രങ്ങളാണ് അതിലേക്ക് ഉള്ളത്. അവിടെ ഒരു സമരം നടക്കുകയാണ്. ഹരിയാനയിലെ ഏറ്റവും പ്രമുഖ സമുദായമായ ജാട്ട് സമുദായം ഒരു സമരം തുടങ്ങി വെച്ചിട്ട് കുറച്ചു നാളായി. ജാട്ട് സമുദായത്തെ കൂടി സംവരണ പട്ടികയിൽ ഉൾക്കൊള്ളിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള സമരമാണ് നടക്കുന്നത്. ആ സമരത്തിന്റെ ഭാഗമായിട്ട് സകല റോഡുകളും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. റോഡിലൂടെ വരുന്ന പോലീസ് വാഹനങ്ങൾ സമരക്കാർ കത്തിക്കുന്നുമുണ്ട്. ശരിക്കും ഒരു അക്രമാസക്തമായ സമരമാണ് ആ ഭാഗത്ത് നടക്കുന്നത്. അതിന്റെ ചിത്രങ്ങളാണ് ഫേസ്ബുക്കിൽ നിറയെ കാണുന്നത്. ഹരിയാനയിലെ ജാട്ട് സമുദായത്തിന്റെ ആ സംവരണ സമരത്തിന്റെ പോസ്റ്റുകൾക്കിടയിൽ മറ്റു ചില പോസ്റ്റുകളും കടന്നു വരുന്നുണ്ട്. അത് ദില്ലിയിൽ നിന്നുള്ളതാണ്. ദില്ലിയിലെ JNU യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ചില ചിത്രങ്ങളും വാർത്തകളുമാണ് പോസ്റ്റുകളായി വന്നിരിക്കുന്നത്. പാർലമെന്റ് ആക്രമണത്തിൽ പ്രതി ചേർക്കപ്പെട്ട അഫ്സൽ ഗുരുവിനെ രാഷ്ട്രപതിയുടെ ദയാഹർജി തള്ളിയതിന്റെ അടിസ്ഥാനത്തിൽ തൂക്കിക്കൊന്നിരിക്കുകയാണ്. അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്ന് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറെ വിദ്യാർത്ഥികൾ JNUവിൽ പ്രകടനം നടത്തുന്നതും JNUവിൽ സമരം നടത്തുന്നതുമായ ചിത്രങ്ങളാണ് ഫേസ്ബുക്ക് പോസ്റ്റുകളായി വരുന്നത്. ആ പോസ്റ്റുകൾക്ക് ഒരു കുഴപ്പമുണ്ട്. ആ പോസ്റ്റുകളിൽ കമന്റ് ചെയ്യുന്ന ചിലരെങ്കിലും ഇന്ത്യയിൽ നിന്ന് കാശ്മീർ വിഭജിക്കണമെന്ന് വ്യക്തമായി ആവശ്യപ്പെടുന്നുണ്ട്. നമുക്ക് കാശ്മീർ വിഭജിച്ച് പാകിസ്ഥാനിൽ ചേർക്കണം, അങ്ങനെ അഭിപ്രായപ്പെടുന്ന ആളുകളുടെ കമന്റുകൾ വളരെ വ്യക്തമായിട്ട് തന്നെ ആ പോസ്റ്റുകൾക്ക് അടിയിൽ കാണാം. ശരിക്കും ഒരു തീവ്ര സ്വഭാവമുള്ള ആളുകളും കമന്റ് ചെയ്യുന്നവരുടെ കൂട്ടത്തിലുണ്ട്. ആ കാര്യമാണ് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാകുന്നത്. നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലെ സ്റ്റുഡന്റ് ആയിരുന്നത് കൊണ്ട് പവൻകുമാറിന്റെ യൂണിവേഴ്സിറ്റി JNU ആണ്. അതുകൊണ്ട് തന്നെ JNUവിലെ കുട്ടികളുടെ ആ അജിറ്റേഷനും അവരുടെ ആ പോസ്റ്റുകളും അതിൽ വരുന്ന കമന്റുകളും ഒക്കെ സ്വാഭാവികമായിട്ട് പവൻകുമാറിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയതാണ്. ഹരിയാനയിലെ ജാട്ട് സമുദായത്തിന്റെ ആ സംവരണ സമരവും JNUവിലെ വിദ്യാർത്ഥികളുടെ സമരവും പോസ്റ്റുകളായി ഫേസ്ബുക്കിൽ കണ്ടപ്പോൾ പവൻകുമാർ അയാളുടെ ഫേസ്ബുക്കിൽ ഒരു കമന്റ് ഇട്ടു. ചിലർക്ക് സംവരണം വേണം, ചിലർക്ക് സ്വാതന്ത്ര്യം വേണം, എനിക്കാണെങ്കിൽ ആകെ വേണ്ടത് ഒരു പുതപ്പാണ്. ശരിക്കും തണുത്തുറഞ്ഞു നിൽക്കുന്ന കാശ്മീരിൽ ആ സമയത്ത് ഏതൊരാളും ആഗ്രഹിക്കുക ഒരു പുതപ്പ് തന്നെയാണ്. ആ പുതപ്പാണ് അവിടുത്തെ ഏറ്റവും വലിയ ആവശ്യം. അതല്ലാതെ കാശ്മീരിന്റെ സ്വാതന്ത്ര്യമല്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുകയാണ് പവൻകുമാർ. പവൻകുമാർ ഒരു ജാട്ട് സമുദായ അംഗമാണ്. പക്ഷെ ജാട്ട് സമുദായം സംവരണത്തിന് വേണ്ടി നടത്തുന്ന സമരത്തെ പവൻകുമാർ ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. പവൻകുമാറിന്റെ അഭിപ്രായത്തിൽ നമുക്ക് ശക്തിയുണ്ട്, ബുദ്ധിയുണ്ട്, നമുക്ക് ഒരു സംവരണത്തിന്റെ ആവശ്യമില്ല, സംവരണമില്ലാതെ തന്നെ നമ്മൾ മുൻനിരയിലെത്തും. അങ്ങനെ സ്വയം പറയുന്ന പവൻകുമാർ അത് ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന വ്യക്തി കൂടിയാണ്. ഈ സംഭവബഹുലമായ 2016 ഫെബ്രുവരി 20 ഉച്ചയ്ക്ക് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ കമന്റുകൾ പവൻകുമാർ രേഖപ്പെടുത്തുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുകയാണ്. പവൻകുമാറും അയാളുടെ ടീമും ഉള്ള സ്ഥലത്ത് നിന്ന് ഏകദേശം 40 കിലോമീറ്റർ മാറിയുള്ള ഒരു സ്ഥലമാണ് അവന്തിപുര. ആ അവന്തിപുരയാണ് 10th പാരാ സ്പെഷ്യൽ ഫോഴ്സിന്റെ ആസ്ഥാനം. അവിടെ ആ ഫോഴ്സിന്റെ തലവൻ മേജർ തുഷാറിന് ആ സമയത്താണ് ഒരു ഫോൺ കോൾ വരുന്നത്. മേജർ തുഷാർ സിംഗ് തോമറിന് ആ ഫോൺ വന്നത് ശ്രീനഗറിലെ സൈനിക ആസ്ഥാനത്തു നിന്നാണ്. ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ശ്രീനഗറിന് സമീപത്ത് ജലനദിയുടെ കിഴക്കൻ തീരത്തുകൂടി കടന്നു പോവുകയായിരുന്ന CRPFന്റെ ഒരു വാഹന വ്യൂഹത്തിന് നേരെ ഭീകര ആക്രമണം ഉണ്ടായി. ആ കാര്യമാണ് ശ്രീനഗറിൽ നിന്ന് 10th പാരാ സ്പെഷ്യൽ ഫോഴ്സിന്റെ ഹെഡ് ഓഫീസിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്.
500-ലധികം CRPFകാരുണ്ടായിരുന്ന വാഹന വ്യൂഹത്തിന് നേരെയാണ് ഭീകര ആക്രമണം ഉണ്ടായത്. ആക്രമണം നടത്തിയ ഭീകരർ ജമ്മു കാശ്മീർ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുന്നിൽ നിന്നാണ് വെടിവെച്ചത്. ജമ്മു കാശ്മീരിലെ ആളുകളെ സംരംഭങ്ങൾ തുടങ്ങാൻ പരിശീലിപ്പിക്കുന്ന ആ പരിശീലന കേന്ദ്രത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ആ ഭീകരന്മാർ കോൺവയ്ക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ഈ ബിൽഡിങ്ങിന്റെ മെയിൻ ഗേറ്റിനടുത്ത് നിന്നാണ് വെടിയുതിർത്തത്. എത്ര ഭീകരന്മാരാണ് ആ വെടിവെപ്പിൽ പങ്കെടുത്തതെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷെ 3 ഭീകരർ ഈ ബിൽഡിങ്ങിനകത്തേക്ക് ഓടിക്കയറി എന്നുള്ള കാര്യം ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വെടിവെപ്പിൽ 2 CRPF ഭടന്മാർ സ്പോട്ടിൽ കൊല്ലപ്പെട്ടു. കോൺവയ്ക്ക് നേരെ അപ്രതീക്ഷിതമായി ഉണ്ടായ ആ വെടിവെപ്പിൽ ആദ്യം ഒന്ന് പതറിപ്പോയെങ്കിലും CRPF ഭടന്മാർ തിരിച്ചു വെടിവെച്ചു. അതിശക്തമായി CRPF ഭടന്മാർ തിരിച്ചടിച്ചെങ്കിലും ആ ഭീകരർ CRPF ഭടന്മാരെ അമ്പരപ്പിച്ചുകൊണ്ട് ആ ബിൽഡിങ്ങിനകത്തേക്ക് ഓടിക്കയറിയിരിക്കുകയാണ്. ആ ബിൽഡിങ്ങിനടുത്തേക്ക് CRPF ഭടന്മാർക്ക് ചെല്ലാൻ കഴിയാത്ത ശൈലിയിൽ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പൊസിഷനുകളിൽ ആ ഭീകരന്മാർ കയറി നിൽക്കുകയാണ്. ആ പരിസരത്തേക്ക് ഒരു കുഞ്ഞിന് പോലും എത്താൻ കഴിയാത്ത ശൈലിയിൽ വളരെ സ്ട്രാറ്റജിക് ആയ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് ഭീകരന്മാർ നിറയൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഒരു ശനിയാഴ്ചയാണ്. ആ ഭീകരർ ആ ബിൽഡിങ്ങിനകത്തേക്ക് ഓടിക്കയറുമ്പോൾ CRPF ഭടന്മാർക്ക് ആ കാര്യം ഉറപ്പാണ്. അകത്ത് ആരും ഉണ്ടാവില്ല. അകത്ത് ആളില്ലെങ്കിൽ ആ ബിൽഡിങ്ങിലേക്ക് കയറിയിരിക്കുന്ന ആ ഭീകരരെ തുരത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ CRPF ഭടന്മാർ മനസ്സിൽ കരുതുമ്പോഴേക്കും ഒരു ഇൻഫർമേഷൻ അവരെ തേടിയെത്തി. ആ ദിവസങ്ങളിൽ അവിടെ ആ സംരംഭകത്വ പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാശ്മീരിലെ സാധാരണ ആളുകൾക്ക് വേണ്ടി ഒരു വീക്കെൻഡ് പരിശീലനം നടക്കുകയായിരുന്നു. ആ പരിശീലനത്തിൽ പങ്കെടുക്കാനായി ജമ്മു കാശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100ഓളം ആളുകൾ ആ ബിൽഡിങ്ങിൽ ആ സമയത്തുണ്ട്. അവരുടെ ഇടയിലേക്കാണ് ആ ഭീകരന്മാർ ഓടിക്കയറിയിരിക്കുന്നത്. ആ ഭീകരന്മാരെ നേരിടാനായിട്ടാണ് 10th പാരാ സ്പെഷ്യൽ ഫോഴ്സിന്റെ ഹെഡ് ഓഫീസിലേക്ക് ശ്രീനഗറിൽ നിന്ന് കോൾ ചെല്ലുന്നത്. കോള് ഡിസ്കണക്ട് ആയതും മേജർ തുഷാർ ക്യാപ്റ്റൻ പവൻകുമാറിനെ വിളിച്ചു. പവൻകുമാർ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ടതിന് ശേഷം ആ കസറിൽ ചാരി ഒന്ന് മയങ്ങുകയാണ്. ആ സമയത്താണ് മേജർ തുഷാറിന്റെ ഫോണ് പവൻകുമാറിന് വരുന്നത്. സൈനിക ആസ്ഥാനത്ത് നിന്ന് ആവശ്യപ്പെട്ട പ്രകാരം ഉടൻ തന്നെ മേജർ തുഷാറിന് അദ്ദേഹത്തിന്റെ ടീമംഗങ്ങളെ ആ സ്പോട്ടിൽ എത്തിക്കേണ്ടതുണ്ട്. കാശ്മീരിലെ വിവിധ ഭാഗങ്ങളിലായി അദ്ദേഹത്തിന്റെ ടീമിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അതിൽ നിന്ന് 2 ടീമുകളെ ഓപ്പറേഷൻ വേണ്ടി വിളിച്ചു വരുത്താനാണ് ആദ്യം മേജർ തുഷാർ തീരുമാനിച്ചത്. ആ 2 ടീമിൽ ഒന്നിനെ നയിക്കുന്നത് ക്യാപ്റ്റൻ പവൻകുമാറാണ്. പവൻകുമാർ ഫോൺ അറ്റൻഡ് ചെയ്തതും മേജർ തുഷാർ പവൻകുമാറോട് സംഭവം സൂചിപ്പിച്ചു. എത്രയും പെട്ടെന്ന് ജമ്മു കാശ്മീർ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സമീപത്തേക്ക് ടീം അംഗങ്ങളുമായി എത്താനുള്ള നിർദ്ദേശമാണ് പവൻകുമാറിന് തുഷാർ കൊടുത്തത്. മറ്റൊരു ടീമിനെ കുൽഗാം മേഖലയിൽ നിന്നും അങ്ങോട്ടേക്ക് തുഷാർ വിളിച്ചിരിക്കുകയാണ്. ആ ടീമും പവൻകുമാറിന്റെ ടീമും കൂടി ഒരു സ്ഥലത്ത് യോജിച്ചതിന് ശേഷം ഒന്നിച്ച് ഒരു പദ്ധതി ആസൂത്രണം ചെയ്ത് ആ ഭീകരന്മാരെ നേരിടാം. അതാണ് മേജർ തുഷാറിന്റെ ഐഡിയ. അവന്തിപ്പൂരിലെ ബേസിൽ നിന്ന് മേജർ തുഷാറും 2 സ്ട്രാറ്റജിക് പോയിന്റുകളിൽ നിന്ന് പവൻകുമാറും മറ്റേ ലീഡറും അവരവരുടെ വാഹനങ്ങളിൽ ആ ഭീകരന്മാർ ഒളിച്ചിരിക്കുന്ന ബിൽഡിങ്ങിന് സമീപത്തുള്ള ഒരു പോയിന്റിലേക്ക് നീങ്ങി. അവർ 3 പേരും 3 സ്ഥലത്ത് നിന്ന് ആ പോയിന്റിലേക്ക് നീങ്ങി തുടങ്ങിയ ആ സമയത്ത് തന്നെ സാവധാനം മഴ പെയ്തു തുടങ്ങി. കാശ്മീരിലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും എപ്പോൾ മഴ പെയ്യുമെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയില്ല. ഈ കഥ നടക്കുമ്പോൾ അവിടെ ശൈത്യകാലമാണ്. എന്നിട്ടും പെട്ടെന്ന് മഴ പെയ്തു. ശൈത്യകാലത്തുള്ള മഴ ശരിക്കും കുഴപ്പം പിടിച്ച ഒരു സംഭവമാണ്. ആ മഴ പെയ്യുമ്പോൾ അന്തരീക്ഷം ഒന്നുകൂടെ തണുക്കും. നമ്മുടെ എല്ലുവരെ തണുത്തു പോകുന്ന ശൈലിയിലുള്ള ഒരു തണുപ്പാണ് ശരീരത്തിലേക്ക് ഇരച്ചു കയറുക. അവന്തിപ്പുരയിൽ നിന്ന് ആ ഭീകരന്മാരെ നേരിടേണ്ട സ്പോട്ടിലേക്ക് വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മേജർ തുഷാറിന്റെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വന്നതും ആ ചിന്തയാണ്. ഈ മഴയത്ത് ആ ഭീകരന്മാരെ നേരിടുന്നത് ശരിക്കും ഒരു അപകടകരമായ കാര്യമാണ്. അങ്ങനെ അദ്ദേഹം ചിന്തിച്ച് ആ സമയത്താണ് പവൻകുമാർ മേജറെ വിളിക്കുന്നത്. പവൻകുമാറിന്റെ വാഹനം ഒരു നദിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. പെട്ടെന്നുണ്ടായ മഴയിൽ തോടും റോഡും തിരിച്ചറിയാൻ പറ്റാതെ പോയതുകൊണ്ട് പവൻകുമാറിന്റെ വാഹനം ഒരു സ്ഥലത്ത് പെട്ടിരിക്കുകയാണ്. സ്ഥലത്തെക്കുറിച്ചുള്ള ഏകദേശ വിവരം പവൻകുമാറിൽ നിന്ന് ലഭിച്ച മേജർ തുഷാറിന്റെ ടീമും ആ ഭാഗത്തേക്ക് തിരിച്ചു. അവരവിടെ ചെല്ലുമ്പോൾ ശരിക്കും രസകരമായ ഒരു കാഴ്ചയാണ് അവർ കാണുന്നത്. മേജർ തുഷാർ വാഹനത്തിൽ ഇരുന്നേ ആ കാഴ്ച കണ്ടു. പവൻകുമാർ ഷർട്ടൊക്കെ ഊരിയിട്ട്
പാൻസ് ചുരുട്ടി മുകളിലോട്ട് വെച്ച് വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുകയാണ്. വെള്ളത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് ആ മാരുതി ജിപ്സി പവൻകുമാർ തള്ളുകയാണ്. പ്രശ്നം എന്താന്ന് വെച്ചാൽ ആ സമയത്ത് അവിടുത്തെ ഊഷ്മാവ് എന്ന് പറയുന്നത് 0 ഡിഗ്രിക്ക് താഴെയാണ്. ആ കൊടും തണുപ്പത്ത് ഷർട്ട് പോലും ഇല്ലാതെ ആ ജിപ്സി തള്ളിക്കയറ്റാൻ ശ്രമിക്കുന്ന പവൻകുമാറിനെ വല്ലാത്തൊരു അമ്പരപ്പോട് കൂടിയാണ് മേജർ തുഷാർ കണ്ടത്. മേജർ തുഷാർ ടീമും ഉടൻ തന്നെ പുറത്തിറങ്ങി. അവരും കൂടി പവൻകുമാറിനെ സഹായിച്ചു. മേജർ തുഷാറിന്റെ ടീമും കൂടി രംഗത്തെത്തിയോടുകൂടി ഒരു പരുവത്തിൽ ജിപ്സിയെ തള്ളി റോഡിൽ കയറ്റാൻ പറ്റി. ഈ സമയത്ത് പവൻകുമാർ ഏതാണ്ട് നനഞ്ഞ് കൊവുന്ന് നിൽക്കുകയാണ്. അത് കണ്ടതും പവൻകുമാറിന്റെ ടീമംഗങ്ങളിൽ ഒരാൾ പവൻകുമാറിനോട് പറഞ്ഞു, സർ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് പോകുന്നതാണ് നല്ലത്. അതൊക്കെ ഉണങ്ങിക്കോളും, നമുക്ക് പോവാം. എത്രയും പെട്ടെന്ന് ഭീകരന്മാർ ഒളിച്ചിരിക്കുന്ന സ്ഥലത്തെത്തി ആക്ഷനിൽ പങ്കെടുക്കണം. അതാണ് പവൻകുമാറിന്റെ ലക്ഷ്യം. അതുകൊണ്ട് കൂടിയാണ് ആ നദിക്ക് കുറുകെ വാഹനം ഓടിച്ചു കയറ്റാൻ പവൻകുമാർ ധൃതി കാണിച്ചതും കുഴപ്പത്തിൽപ്പെട്ടതും. പവൻകുമാറിനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ മേജർ തുഷാർ പവൻകുമാറിനെയും ടീമിനെയും കൂട്ടി ഭീകരന്മാർ ഒളിച്ചിരിക്കുന്ന ആ സ്ഥലത്തേക്ക് നീങ്ങി. ജമ്മുകാശ്മീർ സംരംഭകത്വ വികസന പരിശീലന കേന്ദ്രത്തിന്റെ ആ ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത് പാംപൂർ എന്ന സ്ഥലത്താണ്. അവർ പാംപൂറിലേക്ക് പോകുമ്പോൾ ശക്തമായി മഴ പെയ്യുകയാണ്. മഴയായതുകൊണ്ട് തന്നെ ശരിക്കും ബുദ്ധിമുട്ടിയാണ് ആ വാഹനങ്ങളൊക്കെ ഓടിക്കുന്നത്. എന്തായാലും ഒരു പരുവത്തിൽ അവർ പാംപൂറിലെത്തുമ്പോൾ സൂര്യൻ അസ്തമിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഭീകരന്മാർ ഒളിച്ചിരിക്കുന്ന ആ ബിൽഡിങ്ങിൽ നിന്ന് അല്പം ദൂരെയായി റോഡിന്റെ മറുഭാഗത്തായി CRPF ഭടന്മാർ തമ്പടിച്ചിട്ടുണ്ട്. പല ഭാഗത്തായിട്ടാണ് CRPF ഭടന്മാർ നിൽക്കുന്നത്. ഈ CRPF ഭടന്മാരെ ലക്ഷ്യമിട്ടുകൊണ്ട് ബിൽഡിങ്ങിൽ നിന്ന് ഭീകരന്മാർ ഇടയ്ക്കിടയ്ക്ക് നിറയൊഴിക്കുന്നുണ്ട്. ഭീകരന്മാർ നിറയൊഴിക്കുന്ന അതേ സമയത്ത് തന്നെ CRPF ഭടന്മാർ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഏകദേശം ഒരു 50 മീറ്റർ മാറി തടിച്ചു കൂടി നിൽക്കുന്ന ആളുകൾ കല്ലെടുത്ത് CRPF ഭടന്മാരെ എറിയുകയാണ്. ആൾക്കൂട്ടം CRPF ഭടന്മാരെയാണ് ശത്രുക്കളായി കാണുന്നത്. ആ ബിൽഡിങ്ങിനുള്ളിലേക്ക് കയറിയിരിക്കുന്ന ഭീകരന്മാരല്ല അവരുടെ ശത്രുക്കൾ. അവിടെ ആക്ഷൻ വിളിച്ചു പറയുന്ന അതാണ്. പവൻകുമാറും കൂട്ടരും സ്ഥിരമായി കാണുന്ന ഒരു കാഴ്ച തന്നെയാണത്. കാശ്മീരിലെമ്പാടും ആളുകളുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറിയിരിക്കുന്ന ഭീകരന്മാർ ഇത്തരം സന്ദർഭങ്ങളിൽ ആൾക്കൂട്ടത്തിന്റെ മനസ്സിനെ സ്വാധീനിക്കുകയും ആൾക്കൂട്ടത്തിനെ കൊണ്ട് പോലീസിനെയോ CRPFനെയോ പട്ടാളത്തെയോ ആക്രമിക്കും. അതൊരു സ്ഥിരം കാഴ്ചയാണ്. എന്ന് പറയുമ്പോൾ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ഒരുപോലെ CRPF ആക്രമിക്കപ്പെടുകയാണ്. മുന്നിൽ നിൽക്കുന്ന ആളുകളെ അവർക്ക് കയ്യിലുള്ള തോക്കുകൾ ഉപയോഗിച്ച് നേരിടാം. പക്ഷെ പിന്നിൽ നിൽക്കുന്നത് സ്വന്തം ജനതയാണ്. അവരെ അവർക്ക് വെടിവെച്ചിടാൻ പറ്റില്ല. അതാണ് സാഹചര്യം. മേജർ തുഷാറും ക്യാപ്റ്റൻ പവൻകുമാർ ഉൾപ്പെടെ ടീം പുറത്തിറങ്ങി. ഈ സമയത്ത് ആ ബിൽഡിങ്ങിനെ വളഞ്ഞിരിക്കുന്നവരുടെ കൂട്ടത്തിൽ CRPF ഉണ്ട്, രാഷ്ട്രീയ റൈഫിൾസിന്റെ ഒരു യൂണിറ്റ് ഉണ്ട്, ജമ്മു കാശ്മീർ പോലീസിന്റെ ഒരു യൂണിറ്റുമുണ്ട്. ഒരു കാരണവശാലും ആ ബിൽഡിങ്ങിൽ നിന്ന് ഭീകരന്മാർ രക്ഷപ്പെടരുത്. ആ ലക്ഷ്യത്തോടു കൂടിയാണ് CRPFും RRും അതുപോലെ ജമ്മു കാശ്മീർ പോലീസും ആ ബിൽഡിങ്ങിനെ വളഞ്ഞിരിക്കുന്നത്. ഇപ്പം ഒരു കാര്യം വ്യക്തമാണ്, കുറഞ്ഞത് 3 ഭീകരെങ്കിലും ആ ബിൽഡിങ്ങിനകത്തുണ്ട്. ആ 3 ഭീകരർക്ക് പുറമെ 100ഓളം ആളുകളും ആ ബിൽഡിങ്ങിലുണ്ട്. ആ ബിൽഡിങ്ങിനകത്ത് സാധാരണക്കാരായ 100ഓളം ആളുകൾ ഉണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ ഭടന്മാർക്ക് ആ ബിൽഡിങ്ങിനെതിരെ തോന്നുപോലെ വെടിവെക്കാനാവില്ല. ഭീകരർ വെടിയുതിർക്കുന്ന സ്ഥലത്തേക്ക് മാത്രമേ CRPF ഭടന്മാർക്ക് വെടിവെക്കാൻ പറ്റൂ. അതുപോലെ തന്നെ ഗ്രനേഡ് ഉപയോഗിച്ച് ആക്രമിക്കുക എന്നുള്ളതും നടക്കാത്ത കാര്യമാണ്. പക്ഷെ ഇതൊന്നും തന്നെ ഭീകരന്മാർക്ക് ബാധകമല്ല. അവന്മാർക്ക് തോന്നും പോലെ വെടിവെക്കാം. ഗ്രൗണ്ട് ഫ്ലോറിലെ പ്രധാന വാതിൽ അവന്മാരുടെ നിയന്ത്രണത്തിലാണ്. അതിനൊപ്പം മുകളിലത്തെ നിലയിലെ സ്ട്രാറ്റജിക് പോയിന്റുകളിൽ നിൽക്കുന്ന അവന്മാർക്ക് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും വെടി തുറക്കാം. ആ ബിൽഡിങ്ങിന് ചുറ്റും ഒരു മതിലുണ്ട്. മതിലിനും ബിൽഡിങ്ങിനിടയിൽ വിശാലമായ പുൽത്തകിടിയാണ്. ബിൽഡിങ്ങിന്റെ മുകളിലത്തെ നിലയിൽ നിൽക്കുന്ന ഭീകരന്മാർക്ക് ആ ബിൽഡിങ്ങിന് ചുറ്റുമുള്ള മതിലിന്റെ മുകളിലൂടെ ആര് അകത്തേക്ക് കടന്നാലും കാണാൻ പറ്റും. അത്തരം ഒരു പൊസിഷനിലാണ് അവർ നിൽക്കുന്നത്. അവരുടെ കൈവശമുള്ള ഗണ്ണുകൾക്ക് ബിൽഡിങ്ങിന് പുറത്തുള്ള മതിൽ വരെ റേഞ്ചുമുണ്ട്. അതിന്റെ അർത്ഥം ഒരാൾക്കും മതിൽ കടന്ന് അകത്തേക്ക് കടക്കാൻ പറ്റില്ലെന്നാണ്. സാഹചര്യം പൂർണ്ണമായും ആ ഭീകരന്മാർക്ക് അനുകൂലമാണ്. മേജർ തുഷാറും ക്യാപ്റ്റൻ പവൻകുമാറും എത്തുന്നതിന് മുന്നേ ഒരു ആക്രമണം CRPF യഥാർത്ഥത്തിൽ ആ ബിൽഡിങ്ങിന് നേരെ നടത്തിയിരുന്നു. വെടിവെപ്പ് ഏതാണ്ട് ഒതുങ്ങിയ സമയത്ത് CRPFിലെ ഒരു ടീം മുകൾ ഭാഗത്തുള്ള ഭീകരന്മാരെ ലക്ഷ്യമിട്ടുകൊണ്ട് നിറയൊഴിക്കാൻ ആരംഭിച്ചു. തുടർച്ചയായി ഫയർ ചെയ്യായിരുന്നു.
അതിശക്തമായ ഫയറിംഗ് മുകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ CRPF-ലെ 4-5 ഭടന്മാർ സാവധാനം മറുഭാഗത്തെ മതിൽ ചാടിക്കടന്ന് ആ ബിൽഡിങ്ങിന്റെ മുമ്പിലെ ആ വിശാലമായ വാതിലിലൂടെ അവർ അകത്തേക്ക് കടന്ന ആ നിമിഷത്തിൽ ഭീകരന്മാരിൽ ഒരാൾ CRPF ഭടന്മാരുടെ ഈ വരവിനെ മുൻകൂട്ടി കണ്ടിരുന്നത് പോലെ ഒരു ആക്രമണമാണ് നടത്തിയത്. അവൻ ഒരു ഗ്രനേഡ് വാതിൽക്കിലെത്തിയ CRPF ഭടന്മാർക്ക് നേരെ വലിച്ചെറിഞ്ഞു. ഗ്രനേഡ് ആക്രമണം നടത്തിയ അതേ നിമിഷത്ത് തന്നെ ആ ഭീകരൻ വാതിൽക്കിലേക്ക് നിറയൊഴിക്കുകയും ചെയ്തു. അകത്ത് നിന്ന് തുരുതുര വെടിയുതിർക്കപ്പെട്ടപ്പോ അകത്ത് ആളുകളുണ്ടെന്ന് അറിയാവുന്ന CRPF ഭടന്മാർക്ക് തിരിച്ച് വെടിവെക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. തൽഫലമായി CRPF ഭടന്മാർ വെടിയേറ്റ് താഴെ വീണു. ഇതിനിടയിൽ ഒരു CRPF ഭടൻ കൃത്യമായിട്ടും ആ ഭീകരനെ കാണുകയും അവനെ വെടിവെക്കുകയും ചെയ്തു. വെടിയേറ്റത് അവന്റെ കാലിലാണ്. കാലിൽ വെടിയേറ്റതും അവൻ പെട്ടെന്ന് മുകളിലേക്ക് കയറി. പരിക്കേറ്റ ഭീകരൻ മുകളിലേക്ക് ഓടിക്കയറുന്ന സമയത്ത് മുകളിലുള്ള ഭീകരന്മാരുടെ ശ്രദ്ധ വെട്ടിച്ചുകൊണ്ട് CRPF-ലെ ചില മിടുക്കർ വളരെ തന്ത്രപരമായി പരിക്കേറ്റ് വീണ ആളുകളെ ആ ബിൽഡിങ്ങിന്റെ വാതിലിന്റെ ഭാഗത്തുനിന്ന് ചുവന്ന് പുറത്തെത്തിച്ചു. അവരെ ചുവന്ന് പുറത്തെത്തിച്ചത് ശരിക്കൊരു കിടില ഓപ്പറേഷനാണ്. ആ ബിൽഡിങ്ങിൽ നിന്ന് ഗേറ്റിലേക്കുള്ള യാത്ര സ്വാഭാവികമായിട്ടും മുകളിലുള്ള ഭീകരന്മാരുടെ ഗണ്ണിന് കീഴേ കൂടിയാണ്. അവരുടെ ഗണ്ണുകളെ ആ ഭാഗത്തേക്ക് തിരിക്കാൻ സമ്മതിക്കാതെ റോഡിന്റെ മറുഭാഗത്തുണ്ടായിരുന്ന CRPF ഭടന്മാർ നിരന്തരമായി ആ ഭീകരന്മാർക്ക് നേരെ നിറയൊഴിച്ചതുകൊണ്ട് അവരുടെ ശ്രദ്ധ ഗേറ്റിന്റെ ഭാഗത്തേക്ക് എത്തിയില്ല. CRPF ഭടന്മാർ ഗേറ്റ് കടന്ന് ഏതാണ്ട് സെക്കൻഡുകൾ കഴിഞ്ഞപ്പോഴാണ് മുകളിലുണ്ടായിരുന്ന ഭീകരന്മാർ ഗേറ്റ് വഴി ആളുകൾ പുറത്തേക്ക് പോകുന്നത് കണ്ടത്. അവന്മാർ ഉടൻ ഗേറ്റിലേക്ക് വെടിവെച്ചെങ്കിലും പരിക്കേറ്റ CRPF ഭടന്മാരെ സുരക്ഷിതമായി പിന്മാറ്റാൻ ബാക്കിയുള്ളവർക്ക് പറ്റി. ഈ സമയത്താണ് മേജർ തുഷാറും ക്യാപ്റ്റൻ പവൻകുമാറും അടങ്ങിയ ടീം അവിടെ എത്തുന്നത്. ഇപ്പോ സന്ധ്യ ആയിട്ടുണ്ട്, ഇരുട്ട് വീണിരിക്കുകയാണ്. ഇരുട്ടിന്റെ മറപറ്റിക്കൊണ്ട് മേജർ തുഷാറും പവൻകുമാറും CRPF ഭടന്മാരും ഒരു പ്ലാൻ ഉണ്ടാക്കി. മുകളിലുള്ള ഭീകരന്മാരുടെ ശ്രദ്ധ പൂർണ്ണമായും CRPF ഭടന്മാരുടെ നിരന്തരമായ ഫയറിംഗിലേക്ക് കൊണ്ടുവരണം. ആ സമയത്ത് ചെറു ടീമുകളായി ബിൽഡിങ്ങിന് സമീപത്തേക്ക് കടന്ന് അകത്ത് കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ 1-2 എന്ന നിലയിൽ രക്ഷിക്കുക. അങ്ങനൊരു പ്ലാനാണ് മേജർ തുഷാർ ടീമും ഉണ്ടാക്കിയത്. പെട്ടെന്ന് തന്നെ ആ പ്ലാൻ വർക്കൗട്ട് ചെയ്തു തുടങ്ങി. മുകളിലുള്ള ഭീകരർക്ക് അനങ്ങാൻ അവസരം കൊടുക്കാതെ CRPF-ഉം രാഷ്ട്രീയ റൈഫിൾസും അതുപോലെ ജമ്മു കാശ്മീർ പോലീസും ആ മുകളുടെ നിലയിലേക്ക് തുരുതുര നിറയൊഴിക്കപ്പോൾ തറയിൽ കൂടി ഇഴഞ്ഞ് ആ ഇരുട്ടത്ത് ബിൽഡിങ്ങിന്റെ വാതിലിനടുത്തെത്തിയ CRPF ഭടന്മാർ ശബ്ദമുണ്ടാക്കാതെ ആ വാതിലിനകത്തുകൂടി ഇഴഞ്ഞ് അകത്തുള്ള ആളുകളുടെ അടുത്തെത്തി അവിടെ നിന്ന് 1-2 ആളുകളെ അതുപോലെ തറയിൽ കൂടെ ഇഴയിപ്പിച്ച് പുറത്തു കൊണ്ടുവരികയാണ്. ശരിക്കും ഒരു ശ്രമകരമായ ദൗത്യമാണ്. മുൻഭാഗത്ത് എന്തെങ്കിലും ആക്ടിവിറ്റി നടക്കുന്നതായി ഒരു സംശയം ഭീകരർക്ക് തോന്നിയാൽ സ്വാഭാവികമായിട്ടും അവരുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിയും. അവന്മാർക്ക് വളരെ എളുപ്പം വെടിവെച്ചിടാൻ കഴിയുന്ന ഒരു ടാർഗറ്റാണ് മുൻഭാഗം എന്ന് പറയുന്നത്. ആ ഭാഗം അവന്മാർ നിൽക്കുന്ന ഭാഗത്ത് നോക്കിയാൽ ശരിക്കും വിസിബിൾ ആണ്. എന്ന് പറയുമ്പോൾ ആ മേഖലയിൽ അപ്പർ ഹാൻഡ് ആ ഭീകരന്മാർക്കാണെന്നാണ്. ഭീകരന്മാരുടെ അപ്പർ ഹാൻഡ് അനുവദിച്ചുകൊണ്ട് തന്നെ വളരെ രഹസ്യമായി ആ ഇരുട്ടത്ത് 1-2 എന്ന നിലയിൽ ആളുകളെ പതുക്കെ CRPF-കാർ പുറത്തേക്ക് എത്തിച്ചുകൊണ്ടേയിരുന്നു. ഈ സമയത്ത് ക്യാപ്റ്റൻ പവൻകുമാർ ആ ബിൽഡിംഗ് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. നേരത്തെ ആ ഭീകരൻ നടത്തിയ ഗ്രനേഡ് ആക്രമണത്തിന്റെ ഭാഗമായിട്ട് ചില കുഴപ്പങ്ങളൊക്കെ ലോബിയിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്ന് പുക ശക്തമായി ഉയരുന്നുണ്ട്. ആ ഭാഗത്തുള്ള ഗ്ലാസ് ജനാലകൾ പൊട്ടി ചിതറിക്കിടക്കുകയാണ്. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഗ്ലാസ് തറയിലേക്ക് വീഴുന്നുണ്ട്. ഭീകരന്മാരുടെ ശ്രദ്ധ അങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി 1-2 പേര് വീതം ഏതാണ്ട് 5 മിനിറ്റ് 10 മിനിറ്റ് വ്യത്യാസത്തിലാണ് അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നിമിഷത്തിൽ അഡ്വാൻറ്റേജ് ഭീകരന്മാർക്കാണ്. കാര്യങ്ങൾ ഈ ശൈലിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അകത്തുള്ള ആളുകളെ ബന്ദികളാക്കി മാറ്റി വിലപേശുന്നതിലേക്ക് ഭീകരന്മാർ മാറാൻ ഇടയുണ്ട്. അവന്മാരുടെ സുഗമമായ രക്ഷപ്പെടൽ ഉറപ്പാക്കാനായി അവർ അതിനകത്തുള്ള സാധാരണ ആളുകളെ ബന്ദികളാക്കും. ആ ആളുകളെ ബന്ദികളാക്കാൻ വേണ്ടി മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ അവന്മാരെ അനുവദിക്കാത്ത ശൈലിയിൽ CRPF-ഉം ജമ്മു കാശ്മീർ പോലീസും അതുപോലെ രാഷ്ട്രീയ റൈഫിൾസുകാരും വെടിവെച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അവർ താഴേക്ക് ഇപ്പോൾ ഇറങ്ങാത്തത്. താഴത്തെ നിലയിലാണ് ട്രെയിനീസ് ഒക്കെ ഉള്ളത്. ഈ ബിൽഡിങ്ങിന്റെ മുകളിലത്തെ നിലയിൽ തമ്പടിച്ചിരിക്കുന്ന ഭീകരർക്ക് ഇവിടെ നിന്ന് ആ ബിൽഡിങ്ങിലേക്ക് വരുന്ന CRPF-നെയും സ്പെഷ്യൽ ഫോഴ്സിനെയും നേരിടാൻ
നിഷ്പ്രയാസം പറ്റും. അതാണ് സാഹചര്യം. ഇപ്പോ നല്ല ഇരുട്ടാണ്. ഇരുട്ടത്ത് അവിടേക്ക് കയറുന്നത് അപകടകരമാണെന്ന് അറിയാവുന്ന CRPF ഉദ്യോഗസ്ഥരും മേജർ തുഷാറും ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ്. ഭീകരരെ ആ രാത്രിയിൽ അവിടുന്ന് രക്ഷപ്പെടാൻ അനുവദിക്കാതിരിക്കുക. രാവിലെ നേരം വെളുക്കുമ്പോൾ പകൽ പ്രകാശത്തിൽ ആ ഭീകരരെ നേരിടാം. അതാണ് അവരുടെ ഐഡിയ. അത് കേട്ടതും പവൻകുമാർ മേജർ തുഷാറോട് പറഞ്ഞു, സർ, അത് അപകടമാണ്, നമുക്ക് ഈ രാത്രി തന്നെ അവരെ നേരിടണം. പവൻകുമാറിന്റെ ആവശ്യം കേട്ടതും മേജർ തുഷാർ പവൻകുമാറിനോട് പറഞ്ഞു, ഏയ് പവൻ, അത് അപകടമല്ലേ? സർ, രാത്രിയാണ്, ഇരുട്ടാണ്, നമുക്ക് അങ്ങോട്ട് ഇരച്ചു കയറാം. ഞാനൊരു ചെറിയ ടീമുണ്ടാക്കി ആ ടീമുമായി ഇരച്ചു കയറാം. അല്ലെങ്കിൽ തന്നെ സർ, നമ്മളെ എന്തിനാ ഇവിടേക്ക് വിളിച്ചത്? അതൊരു ചോദ്യമാണ്. 10th പാരാ സ്പെഷ്യൽ ഫോഴ്സ് ഇത്തരം കമാൻഡോ ഓപ്പറേഷന് വേണ്ടി മാത്രം രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന ടീമാണ്. ആ ടീമിനെ അവിടേക്ക് വിളിച്ചു വരുത്തുമ്പോൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ഒരു കമാൻഡോ ഓപ്പറേഷനാണ്. നേരം വെളുത്തിട്ട് സകലരും നോക്കി നിൽക്കേ ആയിരക്കണക്കിന് പട്ടാളക്കാരുമായി ആ ബിൽഡിംഗ് വളയുന്നതിനെ എങ്ങനെ കമാൻഡോ ഓപ്പറേഷൻ എന്ന് വിളിക്കുക? പവൻകുമാർ ചോദിക്കുന്നതിന്റെ അർത്ഥം മേജർ തുഷാറിന് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അപകടകരമായ ഒരു കാര്യമാണ് പവൻകുമാർ പറയുന്നത്. രാത്രിയിൽ ആ ബിൽഡിങ്ങിന് മതില് കടന്ന് പുൽത്തകിടിയിലേക്ക് കയറിയതിനു ശേഷം സാവധാനം ആ ബിൽഡിങ്ങിനെ സമീപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഭീകരരുടെ ശ്രദ്ധയിൽ അകത്തേക്ക് കിടക്കുന്ന ആളുകൾ പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ആ നിമിഷം ആ CRPF ഭടന്മാരും 10th പാരാഫോഴ്സിലെ ഭടന്മാരാണെങ്കിലും കൊല്ലപ്പെടും. ആ അപകട സാധ്യതയെക്കുറിച്ച് പവൻകുമാറിനെ മേജർ തുഷാർ ബോധ്യപ്പെടുത്തിയപ്പോൾ പവൻകുമാർ മേജർ തുഷാറോട് പറഞ്ഞു, സർ, നമ്മൾ എത്രയും നേരത്തെ ആക്രമണം നടത്തുന്നു അത്രയും നല്ലത്. നമ്മൾ താമസിക്കുന്ന ഓരോ നിമിഷവും അകത്തുള്ളതും പുറത്തുള്ളതുമായ ആളുകളുടെ ജീവൻ അപകടത്തിലാവുകയാണ്. ഭീകരന്മാരുടെ കയ്യിൽ വൻതോതിൽ വെടിക്കോപ്പുണ്ട്, അക്കാര്യം ഉറപ്പാണ്. അവന്മാർ കഴിഞ്ഞ മണിക്കൂറിൽ നടത്തിയ പോരാട്ടം അത് വിളിച്ചു പറയുകയാണ്. ഇപ്പോഴും അനവധി ആളുകൾ ആ ബിൽഡിങ്ങിനകത്തുണ്ട്. ആ ആളുകളുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു കമാൻഡോ ഓപ്പറേഷൻ നടത്തണമെന്ന് പവൻകുമാർ തീർത്തു പറഞ്ഞപ്പോൾ തുഷാർ സമ്മതിച്ചു. ക്യാപ്റ്റൻ പവൻകുമാർ ആവശ്യപ്പെട്ട കമാൻഡോ ഓപ്പറേഷന് മേജർ തുഷാർ സമ്മതിക്കാൻ വ്യക്തമായ ഒരു കാരണമുണ്ട്. ഇതുവരെയുള്ള ആ ഭീകരന്മാരുടെ ആക്രമണ ശൈലി നോക്കി ബോധ്യപ്പെട്ട മേജർ തുഷാറിനും ഒരു കാര്യം ഉറപ്പാണ്. വളരെ കാര്യമായ പരിശീലനം ലഭിച്ച ആളുകളാണ് ആ ഭീകരന്മാർ. പാകിസ്ഥാൻ ചരസംഘടനയായ ISIയോ പാകിസ്ഥാൻ സൈന്യം തന്നെയോ ശരിക്കും പരിശീലനം കൊടുത്ത് അകത്തേക്ക് കടത്തിവിട്ട ആളുകളാണ് ആ ഭീകരർ. അവരുടെ കയ്യിൽ ഇഷ്ടംപോലെ അമ്യൂണേഷൻ ഉണ്ട്. പരമാവധി ആളുകളെ കൊല്ലുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. എത്ര സമയം ആ ആക്രമണം നീളുന്നുവോ അത്രയും സമയം ആ ഭീകരരുടെ വിജയമായി ലോകം മുഴുവൻ അതിനെ അവതരിപ്പിക്കാനും പാകിസ്ഥാന് പറ്റും. ഇന്ത്യൻ സൈന്യത്തെ 24 മണിക്കൂർ തടഞ്ഞു നിർത്തി അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യത്തെ 48 മണിക്കൂർ തടഞ്ഞു നിർത്തുന്നതിനുള്ള വാർത്തയായിരിക്കും പാകിസ്ഥാൻ പ്രചരിപ്പിക്കാൻ പോകുന്നത്. ആ കാര്യവും മേജർ തുഷാർ കൗണ്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് പവൻകുമാർ ഒരു കമാൻഡോ ഓപ്പറേഷൻ ആ രാത്രിയിൽ നടത്തുന്നതാണ് നല്ലതെന്ന് പറഞ്ഞപ്പോൾ മേജർ തുഷാർ അനുവദിച്ചത്. പവൻ അവന്റെ കൂടെയുള്ള 5 പേരെ വിളിച്ചുകൂട്ടി. ആ 6 ടീം പെട്ടെന്ന് തന്നെ റെഡിയാവുകയാണ്. ആ കമാൻഡോസ് പെട്ടെന്ന് തന്നെ ഒരു വെസ്റ്റും ഗ്ലൗസും ഒക്കെ എടുത്തണിഞ്ഞു. അതിനുശേഷം ഒരു അമേരിക്കൻ നിർമ്മിത നൈറ്റ് വിഷൻ ഗൂഗിൾസ് ധരിച്ചു. രാത്രിയിൽ കാഴ്ച ഉറപ്പാക്കാനുള്ള സംവിധാനം അവർക്ക് കൂടിയേ തീരും. അതിനു പുറമെ കോൾട്ട് M4A1 കാർബൺ തോക്കും ഒരു ബാരറ്റ് പിസ്റ്റലും ആവശ്യത്തിന് മാഗസിൻസും അവരെടുത്തു. അതിനുശേഷം എല്ലാവരും അവരുടെ ചെവിയിൽ ഒരു ഡിവൈസൂടെ പിടിപ്പിക്കുകയാണ്. ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് പരസ്പരം സംസാരിക്കാനും കമാൻഡർ മേജർ തുഷാറിന്റെ ഓർഡറുകൾ അറിയാനും വേണ്ടിയാണ് ആ ഡിവൈസ്. ക്യാപ്റ്റൻ പവൻകുമാർ സംഘവും റെഡിയായി കഴിഞ്ഞതും ആ വിവരം CRPFനെയും രാഷ്ട്രീയ റൈഫിൾസിനെയും അതുപോലെ ജമ്മു കാശ്മീർ പോലീസിന്റെ ആ സ്പെഷ്യൽ ടീമിനെ അറിയിച്ചു. ആ 3 ടീമും കൂടി ഈ കമാൻഡോ ഓപ്പറേഷന്റെ ഭാഗമാണ്. ഭീകരരുടെ ശ്രദ്ധ പൂർണ്ണമായി ആ 3 ടീമിലേക്ക് മാത്രം ഒതുങ്ങത്തക്ക ശൈലിയിൽ തുടർച്ചയായി അവരെ ഫയർ ചെയ്യാനുള്ള ടാസ്ക്കാണ് ആ ടീമുകൾ കിട്ടിയത്. ഈ സമയത്ത് ആ കോമ്പൗണ്ടിന് ചുറ്റുമുള്ള മതിലിൽ ഏറ്റവും പൊക്കം കുറഞ്ഞ ഭാഗത്ത് പവൻകുമാറും അദ്ദേഹത്തോടൊപ്പമുള്ള ടീമും എത്തി. നൈറ്റ് വിഷൻ ഗൂഗിൾസ് ധരിച്ച് ശബ്ദമുണ്ടാക്കാതെ പവൻകുമാറും ടീമും മതിലിലൂടെ സാവധാനം മുകളിലേക്ക് കയറി. ക്യാപ്റ്റൻ പവൻകുമാർ അയാളുടെ നീക്കങ്ങൾ അപ്പം മേജർ തുഷാറിന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേജർ തുഷാർ പവൻകുമാർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന അതേ സമയത്ത് തന്നെ അദ്ദേഹവും റെഡിയാവുകയാണ്. പവൻകുമാറിനും ടീമിനും എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ആ സമയത്ത് സഹായം കൊടുക്കാൻ വേണ്ടി മേജർ തന്നെ റെഡിയാവുകയാണ്.
മേജർ തുഷാറും അദ്ദേഹത്തോടൊപ്പമുള്ള ടീമും റെഡിയായിക്കൊണ്ടിരിക്കെ പവൻകുമാർ ടീമും ആ മതിലിലൂടെ അകത്തേക്ക് സാവധാനം താഴ്ന്നിറങ്ങി. ഈ സമയത്ത് അവർ ഇറങ്ങിയതിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായ ഫയറിംഗ് തന്നെ മുകൾ ഭാഗത്തേക്ക് നടക്കുകയാണ്. CRPFന്റെയും രാഷ്ട്രീയ റൈഫിൾസിന്റെയും അതുപോലെ ജമ്മു കാശ്മീർ പോലീസിന്റെ ആ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെയും ഫയറിംഗ് മുകളിലത്തെ നിലയിലേക്ക് തുടർച്ചയായി വന്നു തുടങ്ങിയപ്പോൾ ഭീകരന്മാർക്ക് ഒരു സംശയം. ആ സംശയം അവർക്ക് തോന്നിയെന്ന് മേജർ തുഷാറിന്റെ ടീമിന് മനസ്സിലായത് ഇടയ്ക്കിടയ്ക്ക് അവന്മാർ ബിൽഡിങ്ങിന് ചുറ്റും നിറയൊഴിക്കുന്ന കണ്ടപ്പോഴാണ്. ചുമ്മാ അവർ നിറയൊഴിക്കുകയാണ്, ഒരു ഊഹം വെച്ചുള്ള നിറയൊഴിക്കൽ. രാത്രി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഭടന്മാർ ആ ബിൽഡിങ്ങിനകത്തേക്ക് നുഴഞ്ഞു കയറാൻ സാധ്യതയുണ്ടെന്നൊരു തോന്നൽ ആ ഭീകരന്മാർക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവന്മാർ കൂടെ കൂടെ വെറുതെ ഗേറ്റിലേക്കും എൻട്രൻസിലേക്കൊക്കെ നിറയൊഴിക്കുകയാണ്, ചുമ്മാ വെടിവെക്കുകയാണ്. ഭീകരന്മാർ ബിൽഡിങ്ങിന്റെ മുൻഭാഗത്തേക്ക് വെറുതെ നിറയൊഴിക്കുന്ന ആ സമയത്ത് പവൻകുമാറും അയാൾക്കൊപ്പമുള്ള ആ 5 ടീമും ബിൽഡിങ്ങിന്റെ അടുത്തെത്തി. ഇരുട്ടത്ത് ബിൽഡിങ്ങിന് അടുത്തെത്തി ആ ടീം ശബ്ദമുണ്ടാക്കാതെ ആ ബിൽഡിങ്ങിനെ ഒന്ന് റൗണ്ട് ചെയ്യാണ്. ബിൽഡിങ്ങിൽ തൊട്ടമർ നടക്കുന്നത്. മുകളിൽ റോന്ത് ചുറ്റുന്ന ആ ഭീകരന്മാരുടെ ശ്രദ്ധയിൽപ്പെടാതെ ബിൽഡിങ്ങിൽ തൊട്ട് ആ ടീം ഒന്ന് റൗണ്ട് അടിക്കുകയാണ്. മുൻഭാഗത്തെ വാതിലിലൂടെ അല്ലാതെ ബിൽഡിങ്ങിനുള്ളിലേക്ക് കയറാൻ മറ്റേതെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കുകയാണ് പവൻകുമാർ ടീം. ബിൽഡിങ്ങിന്റെ മുൻപിലുള്ള എൻട്രൻസ് വഴി അകത്തേക്ക് കടക്കുക എന്ന് പറയുമ്പോൾ അത് ആത്മഹത്യ ചെയ്തതിന് തുല്യമാണ്. ആ വാതിൽ വഴി ആര് കടന്നു ചെന്നാലും ഭീകരരുടെ ഗണ്ണിന് തൊട്ടു മുന്നിലാ വരുന്നത്. അവന്മാരുടെ കയ്യിലെ മെഷീന്റെ ട്രിഗറിൽ അമർന്ന് വിരലമർത്തിയാൽ CRPF ഭടന്മാർ കൂട്ടത്തോടെ കൊല്ലപ്പെടും. അതുകൊണ്ട് തന്നെ മുൻഭാഗത്തുകൂടി അല്ലാതെ അകത്ത് കിടക്കാനുള്ള ഒരു മാർഗം തേടി നടന്ന പവൻകുമാർ ടീമും ഒരു വഴി കണ്ടു. ബിൽഡിങ്ങിൽ തീപിടുത്തം ഉണ്ടാകുമ്പോൾ രക്ഷപ്പെടാനുള്ള എമർജൻസി വാതിലാണ് പവൻകുമാറും കൂട്ടരും കണ്ടത്. സ്റ്റെയർ കേസാണ്. പവൻകുമാർ ആ വിവരം മേജർ തുഷാറിന് റിപ്പോർട്ട് ചെയ്തു. സർ, ഞങ്ങള് എമർജൻസി സ്റ്റെയർ കേസിനടുത്ത് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് ഈ സ്റ്റെയർ കേസ് വഴി കടക്കാൻ പോവുകയാണ്. മുകളിലത്തെ നിലയിൽ ചെന്നിട്ട് ഓരോ നിലയായി ക്ലിയർ ചെയ്ത് താഴേക്ക് വരാം. ഏറ്റവും ടോപ്പിലത്തെ നില ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് തൊട്ട് താഴത്തെ നില, അത് ക്ലിയർ ചെയ്തിട്ട് അതിന്റെ താഴത്തെ നില, അങ്ങനെയാണ് സാധാരണഗതിയിൽ ഈ കമാൻഡോ ഓപ്പറേഷൻസ് നടത്തുക. ആ ഒരു ശൈലിയാണ് പവൻകുമാർ ടീമും ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. മേജർ തുഷാർ പവൻകുമാറിനോട് പറഞ്ഞു, പവൻ, ശരിക്കും ശ്രദ്ധിച്ച് സമയമെടുത്ത് മാത്രമേ സ്റ്റെപ്പ് കയറാവൂ. സ്റ്റെപ്പിൽ എവിടെയെങ്കിലും ആ ഭീകരർ ആരെങ്കിലും ഒളിഞ്ഞു നിൽക്കുകയാണെങ്കിൽ അവർക്ക് താഴ്ന്ന മുകളിലോട്ട് കടന്നു വരുന്ന പവൻകുമാറിനെയും ടീമിനെയും കാണാൻ പറ്റും. മുകളിൽ നിന്ന് താഴോട്ട് ആ ഭീകരൻ നിറയൊഴിച്ചാൽ ആ നിമിഷം താഴ്ന്ന് മുകളിലേക്ക് കയറി വരുന്ന ആ ടീം ഒന്നടങ്കം കൊല്ലപ്പെടും. അക്കാര്യം 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് ശ്രദ്ധിക്കണമെന്ന് പവൻകുമാറിനോട് മേജർ തുഷാർ ആവശ്യപ്പെട്ടത്. മേജർ തുഷാറിന്റെ കരുതലിനെ കുറിച്ച് നല്ല ധാരണയുള്ള പവൻകുമാർ അപ്പോ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പതുക്കെ മുകളിലേക്ക് കയറി തുടങ്ങി. ആ ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിൽ ഒരു റൂഫ് ടോപ്പ് റെസ്റ്റോറന്റ് ഉണ്ട്. ആ റെസ്റ്റോറന്റുമായി ചേർന്ന് അനവധി മുറികളുമുണ്ട്. ഏറ്റവും മുകളിലുള്ള ആ റെസ്റ്റോറന്റും മുറികളുമാണ് ഇപ്പോ പവൻകുമാറിന്റെയും ടീമിന്റെയും ടാർഗറ്റ്. അവിടെ ഭീകരർ ഇല്ല എന്ന് ഉറപ്പാക്കി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് താഴത്തെ നിലയിലേക്ക് ഇറങ്ങണം. അതിനുവേണ്ടി ആ ടീം നടന്ന് ഏറ്റവും മുകൾ ഭാഗത്തെത്തി. ഈ സമയത്തും CRPFും രാഷ്ട്രീയ റൈഫിൾസും ജമ്മു കാശ്മീർ പോലീസിന്റെ ആ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പും തുടർച്ചയായിട്ട് മുകളിലത്തെ നിലയിലേക്ക് നിറയൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. റോഡിന്റെ മറുഭാഗത്ത് നിന്ന് ബിൽഡിങ്ങിന് നേരെ നിറയൊഴിക്കുന്ന ആ ആളുകൾക്ക് നേരെ ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് ഭീകരന്മാർ നിറയൊഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭീകരന്മാർ ഏതു ഭാഗത്താണ് ഉള്ളതെന്ന് കൃത്യമായിട്ടും റോഡിന് മറുഭാഗത്തുള്ള മേജർ തുഷാറിനും ടീമിനും കൃത്യമായിട്ട് അങ്ങോട്ട് മനസ്സിലാകുന്നുമില്ല. ഭീകരരുടെ പൊസിഷനെ കുറിച്ചുള്ള സംശയം മനസ്സിലുള്ളത് കൊണ്ട് മേജർ തുഷാർ പവൻകുമാറിനോട് പറഞ്ഞു, പവൻ, ശ്രദ്ധിക്കണേ, റെസ്റ്റോറന്റിന് സമീപത്തുള്ള മുറികളുമാണ് പവൻകുമാറിന്റെയും ടീമിന്റെ ലക്ഷ്യം. ആ മുറികളുടെ സമീപത്ത് ആ ഭീകരന്മാർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൃത്യമായിട്ടും അവന്മാർ അവിടെയാണ് ഉള്ളതെന്ന് താഴെ നിൽക്കുന്ന ആളുകൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കാൻ പവൻകുമാറിനോട് പറഞ്ഞപ്പോൾ പവൻകുമാർ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ നിലയിലേക്ക് കടക്കാനുള്ള വാതിലിന്റെ സമീപത്ത് പവൻകുമാറും ടീമും എത്തി. പവൻകുമാറും ടീമും ഇപ്പോ സ്റ്റെപ്പുകൾ കയറി എത്തിയിരിക്കുന്നത് ഒരു ലാൻഡിംഗ് പ്ലേസിലാണ്. ആ ലാൻഡിംഗ് പ്ലേസിന്റെ അറ്റത്ത് ഒരു വാതിലുണ്ട്.
പവൻകുമാറും കൂടെയുള്ള ആളുകളും നിശബ്ദരായി ചുവരിൽ അങ്ങനെ തൊട്ടു നിൽക്കുകയാണ്. അവരുടെ ഹൃദയമിടിപ്പല്ലാതെ വേറൊരു ശബ്ദവും അവർ കേൾക്കുന്നില്ല. അകത്ത് ഭീകരന്മാർ ഉണ്ടോ എന്ന് ചെവി വട്ടം പിടിച്ച് പവൻകുമാറും കൂട്ടും ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഒരു ശബ്ദവും അകത്തുനിന്ന് കേൾക്കുന്നില്ല. പവൻകുമാർ ശബ്ദമുണ്ടാക്കാതെ നടന്ന് വാതിലിന്റെ അടുത്തെത്തി. വാതിലിലേക്ക് ചെവി ചേർത്തു വെച്ചു. അകത്ത് നിന്ന് എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുകയാണ്. ശരിക്കും ഇരുട്ടാണ് എല്ലായിടത്തും. ആ ഇരുട്ടത്ത് അവരൊക്കെയും ആ നൈറ്റ് വിഷൻ ഗൂഗിൾസ് വെച്ചിരിക്കുന്നതുകൊണ്ട് അവർ ചുറ്റും കാണുന്നത് പച്ച നിറം മാത്രമാണ്. പവൻകുമാർ മേജർ തുഷാറിന് റിപ്പോർട്ട് ചെയ്തു, സാർ ഞങ്ങൾ അകത്തേക്ക് അടക്കുകയാണ്. ഏറ്റവും മുന്നിലുണ്ടായിരുന്ന കമാൻഡോ ആ ഡോറ് പെട്ടെന്ന് വശത്തേക്ക് അങ്ങ് തുറന്നു. ആദ്യം പവൻകുമാറും തൊട്ടുപുറകെ മറ്റാളുകളുമായി അവർ അകത്തേക്ക് കടന്നു. ഒരു ചെറിയ ഇടനാഴിയിലേക്കാണ് അവർ കടന്നിരിക്കുന്നത്. ആ ആറംഗ ടീം ഷോൾഡർ ഒപ്പിച്ച് ഗണ്ണ് പിടിച്ചുകൊണ്ടാണ് അകത്തേക്ക് കടക്കുന്നത്. ഒരു തരത്തിലുമുള്ള ശബ്ദവും ഉണ്ടാക്കാതെ ആ ചെറിയ ഇടനാഴി കൂടി ആ ആറംഗ ടീം ഗണ്ണുമായി പതുക്കെ പതുക്കെ മുന്നിലേക്ക് നടന്നു. ആ ഇടനാഴി ചെന്നിറങ്ങുന്നത് റെസ്റ്റോറന്റിലേക്കാണ്. റെസ്റ്റോറന്റിന്റെ സമീപത്തായി ഒത്തിരി മുറികളുമുണ്ട്. ആ മുറികളിലോ റെസ്റ്റോറന്റിലോ ഭീകരർ ഉണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ് പവൻകുമാറിന്റെ ടീമിന്റെ ടാർഗറ്റ്. പവൻകുമാറും ബാക്കിയുള്ള ആ 5 കമാൻഡോസും റെസ്റ്റോറന്റിന് ഉള്ളിലേക്ക് കടന്നു. അവർ ആ റെസ്റ്റോറന്റ് മുഴുവൻ നോക്കി. അവിടെ ഒന്നും ഒരു അനക്കവുമില്ല. 3-4 മുറികൾ ആ റെസ്റ്റോറന്റിന്റെ വലതു ഭാഗത്തായിട്ടുണ്ട്. മുറികളുടെ വാതിലുകൾ അടഞ്ഞു കിടക്കുകയാണ്. ശബ്ദമുണ്ടാക്കാതെ ആ ആറംഗ ടീം നടന്ന് ഏറ്റവും അറ്റത്തുള്ള മുറിയുടെ അടുത്തെത്തി. ഏറ്റവും അറ്റത്തുള്ള മുറിയുടെ അവിടെ തുടങ്ങി മുന്നോട്ട് വരാം എന്നുള്ളതാണ് അവരുടെ ടാർഗറ്റ്. ഇപ്പോ ആ ആറംഗ ടീമിന്റെ ആ രഹസ്യ സ്വഭാവം മാറിയിരിക്കുകയാണ്. ഇതുവരെ അവർ രഹസ്യമായിട്ടാണ് അവിടേക്ക് വന്നത്. ഇപ്പൊ ഇതാ അവർ ഭീകരർ മുന്നിൽ പരസ്യമായി പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ്. ഭീകരർ ആ ഭാഗത്തുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ ആ ആറംഗ ടീമിനെ കാണാൻ സർവ്വസാധ്യതയുമുണ്ട്. ഏറ്റവും അറ്റത്തുള്ള മുറിയുടെ സമീപത്തെത്തിയതും പവൻകുമാർ ടീമും ആ വാതിൽക്കിലേക്ക് ഗണ്ണ് ചേർത്ത് പിടിക്കുമ്പോൾ ഒരു കമാൻഡോ ആ വാതിൽ നിന്ന് തള്ളി. വാതിൽ തള്ളിയിട്ട് അത് തുറക്കുന്നില്ല. അയാൾ ഒന്ന് ശക്തമായി തള്ളി, തുറക്കുന്നില്ല. അത് കണ്ടതും പവൻകുമാർ ആ കമാൻഡോന് ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് 2 സ്റ്റെപ്പ് പുറകോട്ട് മാറി മുന്നോട്ട് അതിവേഗം വന്നിട്ട് ഒരൊറ്റ ചവിട്ട്. ആ വാതിലിൽ പവൻകുമാർ ആഞ്ഞു ചവിട്ടിയതും വാതിൽ ഒരു ശബ്ദത്തോടുകൂടി തുറക്കപ്പെട്ടു. വാതിൽ ശബ്ദത്തോട് തുറക്കപ്പെട്ടതും അകത്ത് നിന്ന് വെടിയുണ്ടകളുടെ ഒരു ശരവർഷം തന്നെ പുറത്തേക്കുണ്ടായി. വാതിൽ ചവിട്ടി തുറന്ന് അകത്തേക്ക് കിടന്ന പവൻകുമാറിന് നേരെയാണ് വെടിയുണ്ടകളുടെ ഒരു മഴയുണ്ടായത്. പവൻകുമാറിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയും മുമ്പ് അനവധി വെടിയുണ്ടകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ സ്പർശിച്ചു കഴിഞ്ഞു. ആ സമയത്ത് പവൻകുമാർ ഏകദേശം 2 മീറ്റർ മുന്നിലായി ഒരു രൂപത്തെ കണ്ടു. അവൻ പവൻകുമാർ നേരെ നിറയൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പവൻകുമാർ അനവധി വെടിയുണ്ടകൾ ശരീരത്തിലേറ്റിട്ടും ആ മുന്നിൽ കാണുന്ന രൂപത്തിന് നേരെ നിറയൊഴിച്ചു. തൊട്ടു പുറകെ പവൻകുമാറിന്റെ കമാൻഡോസും കൊണ്ട് അവരും ആ രൂപത്തിന് നേരെ നിറയൊഴിച്ചു. ഈ സമയത്ത് ആ മുറിയുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള 2ാമത്തെ മുറിയിലേക്ക് 2 ആളുകൾ വെടിയുതിർത്തുകൊണ്ട് ഓടിപ്പോകുന്നത് പവൻകുമാറിന്റെ ശ്രദ്ധയപ്പെട്ടു. പവൻകുമാർ മേജർ തുഷാറോട് പറഞ്ഞു, സാർ എനിക്ക് വെടിയേറ്റു, 2 പേര് കൂടി അകത്തുണ്ട്. അനവധി വെടിയുണ്ടെങ്കിൽ ശരീരത്തിൽ ഏറ്റിട്ടും പവൻകുമാർ ആ വിവരം കൂടി മേജർ തുഷാറിന് റിപ്പോർട്ട് ചെയ്തു. പവൻകുമാറിന്റെ പുറകെ എത്തിയ പവൻകുമാറിന്റെ കൂടെയുള്ള കമാൻഡോസിൽ 2 പേർ ഉടൻ തന്നെ പവൻകുമാറിനെ അവിടെ നിന്ന് പുറത്തേക്ക് എടുത്തു. ഈ സമയത്ത് വിവരം കേട്ട മേജർ തുഷാറും ടീമും ബിൽഡിങ്ങിന് നേരെ കുതിച്ചു. ആ ടീം അതിവേഗം ബിൽഡിങ്ങിലേക്ക് ഓടിയെത്തി. അവർ ഓടിയെത്തിയത് മെയിൻ വാതിൽക്കിലേക്ക് തന്നെയാണ്. മെയിൻ വാതിൽ വഴി മേജർ തുഷാറും ടീമും മുകളിലേക്ക് ഓടിക്കേറപ്പോ മുകളിൽ നിന്ന് കമാൻഡോസ് പവൻകുമാറിനെ കൊണ്ട് താഴോട്ട് വരുന്നതാണ് മേജർ തുഷാർ കണ്ടത്. പവൻകുമാറിന്റെ ശരീരത്തിലൂടെ അനവധി വെടിയുണ്ടകൾ കയറി ഇറങ്ങിയിരിക്കുകയാണ്. ആ കാഴ്ച കണ്ട മേജർ തുഷാർ ശരിക്കും നടുങ്ങിപ്പോയി. തന്നെ കണ്ട് നടുങ്ങി നിൽക്കുന്ന മേജർ തുഷാറോടായി പവൻകുമാർ പറഞ്ഞു, സാർ 2 പേർ മുകളിലുണ്ട്. ആ സമയത്ത് മുകളിലുള്ള ഭീകരരെ കുറിച്ച് മാത്രമാണ് പവൻകുമാറിന്റെ ചിന്ത. പക്ഷെ പവൻകുമാറിന്റെ അവസ്ഥ കൃത്യമായി മുന്നിൽ നിന്ന് കണ്ട മേജർ തുഷാർ എന്നിട്ട് നടുങ്ങി നിൽക്കുകയാണ്. മേജർ തുഷാർ അനങ്ങാൻ നിൽക്കുന്ന കണ്ടതും പവൻകുമാർ മേജർ തുഷാറിനോട് പറഞ്ഞു, സാർ മുകളിൽ അവരുണ്ട്. വീണ്ടും പവൻകുമാർ അങ്ങനെ പറഞ്ഞതും മേജർ തുഷാർ കൂടെയുള്ള കമാൻഡോസിന് മുകളിലേക്ക് കയറാനുള്ള നിർദ്ദേശം കൊടുത്തു. തുടർന്ന് അതിശക്തമായ ഒരു ഏറ്റുമുട്ടലാണ് ആ ബിൽഡിംഗ് നടന്നത്. മേജർ തുഷാറിന്റെ പാരട്ടൺ സ്പെഷ്യൽ ഫോഴ്സ് ഒരു വശത്തും ആ ഭീകരന്മാർ മറുവശത്തുമായിട്ട് അതിശക്തമായ ഒരു ഫൈറ്റ്. ഇപ്പൊ 2 ടീമും മുഖത്തോട് മുഖം ഏറ്റുമുട്ടുകയാണ്.
നേരത്തെ ആ ഭീകരന്മാർക്കുണ്ടായിരുന്ന ആ മെച്ചപ്പെട്ട അവസ്ഥ ഇപ്പോൾ നഷ്ടമായിരിക്കുകയാണ്. അവർ ഉള്ള സ്ഥലത്ത് തന്നെ പാരട്ടണും എത്തിയിരിക്കുകയാണ്. മേജർ തുഷാറും ടീമും മുകളിലത്തെ നിലയിലെ എല്ലാ ഭാഗവും വളഞ്ഞോടുകൂടി ഒരു ജീവൻ മരണ പോരാട്ടം തന്നെ അവിടെ നടന്നു. ആ ജീവൻ മരണ പോരാട്ടത്തിൽ 2 പാരാട്ടൺ സ്പെഷ്യൽ ഫോഴ്സിലെ ഭടന്മാർ കൂടി വെടിയേറ്റ് വീണു. മാരകമായി വെടിയേറ്റ് വീണ അവർ രണ്ടും സ്പോട്ടിൽ കൊല്ലപ്പെട്ടു. അതിനിടയിൽ ആ ഭീകരന്മാരെ മേജർ തുഷാറും ടീമും വെടിവെച്ച് വീഴ്ത്തി. ഈ സമയത്ത് പവൻകുമാർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട പവൻകുമാറിനെ പരിശോധിച്ച ഡോക്ടേഴ്സ് ആ വിവരം പുറത്ത് റിപ്പോർട്ട് ചെയ്തു. പവൻകുമാറിന്റെ ഹൃദയത്തിന്റെ ഒരു ഭാഗം വെടിയേറ്റ് തെറിച്ചു പോയിരുന്നു. ശരിക്കും നല്ലൊരു അത്ലറ്റ് ആയിരുന്നു ക്യാപ്റ്റൻ പവൻകുമാർ. 23 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന പവൻകുമാർ സൈന്യത്തിൽ ചാർജ് എടുത്തത് മുതൽ കമാൻഡോ ഓപ്പറേഷന്റെ ഭാഗമാണ്. ആ കമാൻഡോ ഓപ്പറേഷന്റെ ഭാഗമാകുന്നതിൽ പവൻകുമാറിന് വല്ലാത്തൊരു സ്നേഹമുണ്ടായിരുന്നു, വല്ലാത്തൊരു ഇഷ്ടമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൻ എപ്പോഴും കമാൻഡോ ഓപ്പറേഷന് മുന്നിൽ നിൽക്കാൻ താല്പര്യം കാണിച്ചിരുന്നത്. മേജർ തുഷാറും ടീമും പവൻകുമാർ കൊല്ലപ്പെട്ട വിവരം അറിഞ്ഞു. അവർക്ക് പക്ഷേ പവൻകുമാറിന്റെ ബോഡി കാണാൻ ചെല്ലാനുള്ള സമയമില്ല. അവർ അപ്പോഴും ആ സമയത്ത് പാകിസ്ഥാനിൽ അങ്ങോട്ട് നുഴഞ്ഞു കയറിയ ഭീകരരെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് പവൻകുമാർ കൊല്ലപ്പെട്ട വിവരം ഹരിയാനയിൽ അയാളുടെ ജന്മസ്ഥലത്ത് അറിഞ്ഞു. അവിടെ ജാട്ട് സമുദായങ്ങൾ നടത്തുന്ന സംവരണ സമരം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണ്. സകല റോഡുകളും ബ്ലോക്കാണ്. ഒരു തരത്തിലും ആ ഭാഗത്തേക്ക് പവൻകുമാറിന്റെ ബോഡി കൊണ്ടുപോകാൻ പറ്റില്ല എന്ന ശൈലിയിലാണ് കാര്യങ്ങൾ. കാര്യം മനസ്സിലാക്കിയ ആർമി ഒരു പത്രപ്രസ്താവന നടത്തി. ധീരനായ പവൻകുമാർ രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഞങ്ങൾ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യം ചെയ്തു തരണം. അങ്ങനെ ഒരു പ്രസ്താവനയാണ് ആർമിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ആർമിയുടെ ഭാഗത്തു നിന്നുണ്ടായ അസാധാരണമായ ആ പ്രസ്താവനയ്ക്ക് ഫലമുണ്ടായി. ശ്രീനഗറിൽ നിന്ന് വിമാനത്തിൽ പത്താൻകോട്ട് എത്തിച്ച പവൻകുമാറിന്റെ ഭൗതിക ശരീരം അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലത്ത് കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ ബോഡി ആ ഹെലിപ്പാഡിൽ നിന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ റോഡിന്റെ ഇരുപുറത്തും ജനം അങ്ങനെ കൂടി നിൽക്കുകയാണ്. റോഡിൽ ഒരു തടസ്സവുമില്ല. ഹരിയാനയുടെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ അങ്ങോട്ട് ഒഴുകി വന്നിട്ടുണ്ട്. സൈനികരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത മൈൻഡ് സെറ്റുള്ള ആളുകളാണ് ഹരിയാനക്കാർ. അതുകൊണ്ട് തന്നെ എൻ്റെ ഹരിയാനക്കാരും റോഡിന്റെ ഇരുഭാഗത്തും തടിച്ചു കൂടിയിരിക്കുമ്പോൾ പവൻകുമാറിന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ട് ആ വാഹനം സാവധാനം റോഡിലൂടെ നീങ്ങി അദ്ദേഹത്തിന് വീട്ടിലേക്ക് എത്തി. വീട്ടിൽ വാഹനത്തിൽ നിന്ന് പവൻകുമാറിന്റെ ഭൗതിക ശരീരം താഴോട്ടിറക്കി. അവിടെ ആ വീടിന്റെ പൂമുഖത്ത് പവൻകുമാറിന്റെ ഭൗതിക ശരീരം ഇറക്കി വെച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛൻ ആ ബോഡിയുടെ അടുത്തേക്ക് വന്നു. പവൻകുമാറിന്റെ ഭൗതിക ശരീരത്തിനടുത്ത് എത്തിയ പവൻകുമാറിന്റെ പിതാവ് ആ ബോഡിയിലേക്ക് നിർനിമീഷനായി അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഒരു തുള്ളി കണ്ണീർ പോലും പൊഴിക്കാതെ അദ്ദേഹം ആ ബോഡിയിലേക്ക് അങ്ങനെ നോക്കി നിന്നു. ഈ സമയത്ത് പവൻകുമാറിന്റെ അമ്മ അങ്ങോട്ട് വന്നു. മകന് അന്ത്യചുമനം നൽകാനായിട്ടാണ് അവരെത്തിയത്. ശരിക്കും ഹൃദയ ഭേദകമായ ഒരു രംഗം. ചുറ്റും നിന്നും ആ വിളി ഉയരുകയാണ്, പവൻകുമാർ അമർ രഹേ, പവൻകുമാർ അമർ രഹേ. ആയിരക്കണക്കിന് കണ്ഠങ്ങളിൽ നിന്ന് ഒരേ സമയം ആ മുദ്രാവാക്യ വിളി അങ്ങനെ മുഴങ്ങുമ്പോൾ പവൻകുമാറിന്റെ പിതാവ് പത്രക്കാരോട് ആ വാചകം പറഞ്ഞു, എനിക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ, അവനെ ഞാൻ സൈന്യത്തിനും ഇന്ത്യക്കുമായി നൽകിയതാണ്. അവനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട്. ഏക മകനെ നഷ്ടപ്പെട്ട ആ പിതാവ് ആ വാചകം വെറുതെ പറഞ്ഞതല്ല. ആഴ്ചകൾക്ക് ശേഷം മേജർ തുഷാർ അതിർത്തിയിൽ നിന്ന് പവൻകുമാറിന്റെ വീട്ടിലെത്തി. ആ വീടിനകത്ത് പവൻകുമാറുമായി ബന്ധപ്പെട്ട 1000 കാര്യങ്ങൾ വളരെ അടുക്ക് ചിട്ടയുമായി സൂക്ഷിച്ചിരിക്കുകയാണ്. പവൻകുമാറിന്റെ സ്കൂളിലെ അച്ചീവ്മെന്റ്സ്, കോളേജിലെ അച്ചീവ്മെന്റ്സ്, ഡിഫൻസ് അക്കാഡമിയിലെ വിജയം, സൈനിക സേവനം നടത്തിയപ്പോൾ നേടിയ മെഡലുകൾ എന്നുവേണ്ട പവൻകുമാറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഭംഗിയായി ആ വീട്ടിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവന്റെ ഓരോ ചെയ്തികളും അവന്റെ അച്ഛനും അമ്മയും ശരിക്കും ഇഷ്ടത്തോടെയാണ് കണ്ടിരുന്നതിന്റെ സകല തെളിവുകളും ആ മുറികളിലുണ്ട്. പവൻകുമാറിന്റെ അച്ഛൻ അഭിമാനത്തോടെ തുഷാറിനോട് വീണ്ടും ആ വാക്ക് പറഞ്ഞു, എന്റെ മകനെ ഓർത്ത് എനിക്ക് ശരിക്കും അഭിമാനമുണ്ട്. 6 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 3 പേർക്കും രാഷ്ട്രപതി അവാർഡ് നൽകിയത്, ശൗര്യചക്ര. അവാർഡ് വാങ്ങാനായി രാഷ്ട്രപതി ഭവനിലെത്തിയ പവൻകുമാറിന്റെ മാതാവും പിതാവും ഒരു നിധി പോലെയാണ് ആ അവാർഡ് വാങ്ങിച്ചത്. ആ നിധി അതുപോലെ തന്നെ അവർ കൊണ്ടുവന്ന് അവരുടെ വീട്ടിൽ ഒരു ഫലകം പോലെ സൂക്ഷിച്ചിരിക്കുകയാണ്. പവൻകുമാർ
അതൊക്കെ ഇപ്പോഴും അഭിമാനം നൽകുന്ന ഒരു ഓർമ്മ കൂടിയാണ്. പവൻകുമാർ നഷ്ടപ്പെട്ടതിന്റെ ദുഃഖമല്ല അവർക്കുള്ളത്. പവൻകുമാറിനെ മകനായി ലഭിച്ചതിലുള്ള ഒരു അഭിമാനവും സന്തോഷമൊക്കെയാണ് അവരുടെ വാക്കുകളിലും അവരുടെ മുഖത്തൊക്കെ പ്രതിഫലിക്കുന്നത്. ഇതുപോലുള്ള അച്ഛനമ്മമാർ നമുക്ക് ചുറ്റും ഒരുപാടുണ്ട്. അവരൊക്കെ സ്വന്തം മക്കളെ രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിക്കുന്നതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ കഴിയുന്നത്. ഈ കഥ നിങ്ങളോട് പറഞ്ഞത് എംലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യണം. താങ്ക് യു.